യോഗ്യനല്ല മഹാദേവ. മനസ്സിലായില്ല. അറിവ് അഗ്നിയാണെങ്കിൽ അങ്ങയുടെ തിരുനെറ്റിയിലെ തൃക്കണ്ണിൽ നിന്നും പുറത്തു വന്ന സാക്ഷാൽ അഗ്നിദേവനെ പോലും ദഹിപ്പിക്കാൻ പ്രാപ്തിയുള്ള ആ കോപാഗ്നിയിൽ നിന്നും ജന്മം കൊണ്ടവനാണ് അറുമുഖൻ. വെറും കരങ്ങളാൽ താരകാസുരനെ കീഴടക്കിയ വേലായുധൻ അറിവുകൊണ്ട് നമ്മയും കീഴടക്കിയിരിക്കുന്നു. കുമാരൻ, നമിക്കുന്നു ഞാൻ അങ്ങയെ. എന്താണൊക്കെ വ്യക്തമാക്കാം. കുമാരന്റെ ഇന്നത്തെ കുസൃതി ബ്രഹ്മദേവനോടായിരുന്നു. പ്രപഞ്ചനാഥമായ ഓംകാരത്തിന്റെ അർത്ഥം പറഞ്ഞാലേ കാർത്തികേയൻ ബ്രഹ്മദേവനെ ഗുരുവായി അംഗീകരിക്കുള്ളൂ. ഈ കുഞ്ഞു ശിരസിൽ ഇത്രയും വലിയ ചോദ്യമോ? കുമാരൻ പറഞ്ഞാലും പിതാശ്രീ, പറഞ്ഞാലും കേൾക്കാൻ ആഗ്രഹമുണ്ട് നമുക്ക്. എന്താണ് പ്രണവ മന്ത്രത്തിന്റെ അർത്ഥം? അറിവ് കാംക്ഷിക്കുന്നവൻ വിദ്യാർത്ഥിയാണ്, പകരുന്നവൻ ഗുരുനാഥൻ. വിദ്യാർത്ഥി ഗുരുവിന്റെ മുൻപിൽ ഇങ്ങനെ ഇരിക്കാൻ പാടുണ്ടോ? കുമാരൻ പറഞ്ഞത് തികച്ചും ശരിയാണ്. കുമാര, സംഹാരരുദ്രനായ മഹാദേവൻ മുട്ടുകുത്തിയത് കേവലം ഒരു കുഞ്ഞിന്റെയോ പുത്രന്റെയോ മുൻപിലല്ല, നമ്മുടെ ഗുരുനാഥന്റെ മുൻപിലാണ്. ചൊല്ലിയാലും എന്താണ് പ്രണവമന്ത്രത്തിന്റെ അർത്ഥം? ഉറക്കെ ചൊല്ലാനാകില്ല. കാതുകൾ നമ്മുടെ അധരങ്ങളിലേക്ക് അടുപ്പിക്കൂ. അള്ളിയാലും ക്ഷമിക്കാം, നാം കേൾക്കട്ടെ. ആദിന മാതാശ്രീ, നാം ഇത്രയുമൊക്കെ പറഞ്ഞിട്ടും ആദിമന്ത്രത്തിന്റെ അർത്ഥം അറിയണമെന്ന് ആഗ്രഹിച്ചത് ആദിപരാശക്തിയോ ബ്രഹ്മദേവനോ അല്ല, സംഹാരരുദ്രനായ കൈലാസനാഥൻ മാത്രമാണ്. അദ്ദേഹം അറിവറിയാനുള്ള ആർത്തിയോടെ നമ്മുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാതുകളിൽ മാത്രമേ നമുക്കത് പകരാൻ കഴിയൂ. ആദിമമന്ത്രമോംകാരം, അനശ്വരമന്ത്രമോംകാരം, പ്രണവമന്ത്രമോംകാരം, പ്രപഞ്ചമന്ത്രമോംകാരം.